ക്രിസ്ത്യൻ പെൺകുട്ടീനെ എനിക്ക് അപ്പോൾ ഈ നിക്കാഹ് എങ്ങനെ നടക്കുക? ഒരു പാരന്റ് വന്നിട്ട് നിക്കാഹ് നടക്കാതെ എൻ്റെ മകളെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഒരു ജോസഫ് ഏട്ടനെ ഒരു മുഹമ്മദ് കാക്ക് മോളെ കെട്ടിച്ചു കൊടുക്കാം, അതിലൊരു പ്രശ്നമില്ല. അപ്പോൾ അത് ഇവിടെ നടക്കാത്തത് എന്തുകൊണ്ട് നമ്മളെ നാട്ടിൽ? വേണ്ടാത്തതുകൊണ്ട്, ആവശ്യമില്ലാത്തതുകൊണ്ട്. ആർക്ക് വേണ്ട ഇപ്പം അങ്ങനെയൊക്കെ അല്ല, എന്താ വെച്ചാൽ അത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇസ്ലാമിക സമൂഹത്തിൽ ഒരു അനിവാര്യമായ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു വിധിയാണത്. ഇപ്പോൾ എപ്പോഴും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിവാഹത്തിൽ പ്രാഥമികമായി പരിഗണിക്കപ്പെട്ട മതമാണെന്ന്. അത് ആ മതം സ്വഹാബികളില്ലായിരുന്നു കല്യാണം? സ്വഹാബിമാരിൽ ചിലർക്കുണ്ടായിരുന്നു എന്ന് ചില കൗലുകളുണ്ട്, ചില ഇതുകളുണ്ട്, ചില ചരിത്രങ്ങളുണ്ട്. ഹദീസുകളിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും എന്താ വെച്ചാൽ പിന്നെ ഒരു ഇസ്ലാമിക സമൂഹത്തിൽ ആവശ്യമെങ്കിൽ അത് ചെയ്യാം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവരെ പതിവ്രതകളാണെങ്കിൽ, അത് വളരെ കൃത്യമായിട്ടുള്ളൊരു കണ്ടീഷനാണ്. പതിവ്രതകളാണെങ്കിൽ അവർ പിന്നെ അത് ഞാൻ അങ്ങനെ തന്നെ പറയാൻ കാരണം എന്താ വെച്ചാൽ വിവാഹത്തിന് മുമ്പ് തന്നെ എങ്ങനെയോ ബന്ധപ്പെട്ട് അതിൽ പിന്നെ ഗർഭിണിയായി എന്നിട്ട് ചെയ്യേണ്ടി വന്നു. ഇതല്ല അവിടെ ഇസ്ലാം പറഞ്ഞത്, അതല്ല. അത് ചെയ്യണോ മുസ്ലിമിനോടും പറ്റില്ല. എല്ലാവർക്കും ബാധകമായിട്ടുള്ള. അപ്പോൾ ഫിഖ്ഹിൽ അങ്ങനത്തെ നിയമങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ അതേപോലെ തന്നെ അവരർത്ഥത് ഭക്ഷിക്കാം, പിന്നെ ഇതാണെന്ന് മാത്രമേ ഉള്ളൂ. അവർ ബിസ്മി അല്ലാണെന്നുണ്ടോ? ബിസ്മി അല്ലാണെന്നില്ല, ബിസ്മി സ്വാഭാവികമായിട്ട്